അധിക താരിഫുകൾ പിരിക്കുന്നത് തുടരാൻ യു.എസ്. അപ്പീൽ കോടതിയുടെ താൽക്കാലിക അനുമതി. കഴിഞ്ഞ ദിവസം ട്രംപിന്റെ നടപടി നിയമവിരുദ്ധമെന്ന് യു.എസ്. വ്യാപാര കോടതി നിരീക്ഷിച്ചിരുന്നു. ഈ ഉത്തരവിനാണ് താൽക്കാലിക സ്റ്റേ. ഐസൺ ജോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഐസൺ, അധിക താരിഫുകൾ പിരിക്കുന്നത് തുടരാൻ യു.എസ്. അപ്പീൽ കോടതിയുടെ താൽക്കാലിക അനുമതി ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണല്ലേ? കഴിഞ്ഞ ദിവസം ട്രംപിന്റെ നടപടി നിയമവിരുദ്ധം എന്ന് യു.എസ്. വ്യാപാര കോടതി നിരീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ ഉത്തരവിനാണ് താൽക്കാലിക സ്റ്റേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി തുടർന്ന് എങ്ങനെയായിരിക്കും? രോഹിണി, നിലവിലെ സാഹചര്യത്തിൽ ഏപ്രിൽ 2 മുതലാണ് ഇത്തരത്തിൽ അധിക താരിഫ് ചുമത്തുന്നത് സംബന്ധിച്ച ഒരു തീരുമാനം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്, നടപ്പാക്കാൻ ആരംഭിച്ചത്. അത്തരത്തിൽ നടപ്പാക്കുന്ന സമയത്ത് തന്നെ പല രീതിയിലും കോടതികളിൽ നിന്നുള്ള എതിർപ്പുകളും കോടതിയിൽ നിന്നുള്ള ചോദ്യം ചെയ്യലുകളെല്ലാം തന്നെ സ്വാഭാവികമായും ഉണ്ടാവുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് പല കോടതികളും ഇത് സംബന്ധിച്ച് ചില നിലപാടുകൾ അറിയിക്കുകയും ഇന്നലെ യു.എസ്. ട്രേഡ് കോടതി, അതായത് കുറെ കൂടി ശക്തമായ ജൂറിസ്ഡിക്ഷനുള്ള യു.എസ്. ട്രേഡ് കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും ഇത് നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിച്ചത് ട്രംപ് ഇതിനായി തെരഞ്ഞെടുത്ത നിയമം, അതായത് സാമ്പത്തിക എമർജൻസി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ താരിഫുകൾ നടപ്പാക്കാനുള്ള തീരുമാനം ട്രംപ് എടുത്തത്. ആ തീരുമാനമെടുക്കാൻ ആ നിയമപ്രകാരം ട്രംപിന് അല്ലെങ്കിൽ പ്രസിഡന്റിന് അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്രേഡ് കോടതി ഈ അധിക താരിഫ് ഇരിക്കുന്നത് തടയാനുള്ളൊരു തീരുമാനമെടുത്തത്. ഈ തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മണിക്കൂറുകളെങ്കിലും എത്തിപ്പെടുകയും ചെയ്തത്. അതിനെയാണ് ഇപ്പോൾ യു.എസ്. അപ്പീൽ കോടതി തള്ളിയിരിക്കുന്നത്. അപ്പീൽ കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതായത് കുറച്ച് ദിവസത്തേക്ക് താൽക്കാലികമായി സ്റ്റേ നൽകിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച തുടർ പരിശോധനകൾ നടത്തിയതിനു ശേഷം താരിഫ് ചുമത്തുന്നതും പിരിക്കുന്നതും സംബന്ധിച്ചുള്ള നടപടികളിലേക്ക് നീങ്ങാമെന്ന നിലപാടാണ് കോടതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അധിക താരിഫ് ചുമത്തുക എന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായിരുന്നു. രാജ്യത്തിന്റെ സുരക്ഷ, സാമ്പത്തിക സുരക്ഷയുടെ ഭാഗമായി നടപ്പാക്കിയ ഒരു പദ്ധതി കൂടിയായിരുന്നു. അത് തുടരാനുള്ള അനുമതി അപ്പീൽ കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു എന്നത് ഏറെ ഗുണകരമായ ഒരു സാമ്പത്തിക തീരുമാനം തന്നെയാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. രോഹിണി. ശരി, ഐസൺ ആണ് വിവരങ്ങൾ നൽകിയത്.